Hi friends, welcome back to my channel Tasty Kitchen. ഞാൻ ഇന്ന് ഇവിടെ ഒരു മട്ടൺ കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലെല്ലാം മാറ്റി നെയ്യെല്ലാം മാറ്റിയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് പ്രഷർ കുക്കറിൽ വെച്ച് വെള്ളമില്ലാതെ വേവിക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് ഒന്നുകൂടെ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ പ്രഷർ കുക്കറിൽ ഇടുന്നത്. പ്രഷർ കുക്കറിൽ വെന്തതിന് ശേഷം നമ്മളത് മിക്സിയിൽ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ ഇത് ചെറിയ പീസാക്കി എടുക്കുന്നത്. നമ്മൾ മട്ടൺ ഇവിടെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ഒരു പ്രഷർ കുക്കറിലിട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കാതെ നമ്മളൊരു 10 മിനിറ്റ് അത് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടുന്ന മസാല കൂടെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാൻ കുറച്ച് മസാല ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ച് നമുക്ക് ഇറച്ചിയിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുത്ത് ഇറച്ചിയിൽ മസാല പുരട്ടി നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്ത മസാല ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ നമ്മൾ ഇറച്ചിയിൽ അരച്ചെടുത്ത ആ മസാല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേവിച്ചെടുത്ത മട്ടൺ മിക്സിയിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിയില എടുത്ത് വെച്ചിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇനിയും ഇറച്ചിയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് പൊടി എടുത്താലും മതി. ഞാനിവിടെ റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ടയുടെ വെള്ളയും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങിയത് ഉടച്ച് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇറച്ചിയിൽ നല്ല പോലെ മിക്സായി കിട്ടണം. പൊട്ടറ്റോയും നമുക്ക് നല്ല പോലെ ഉടച്ച് ചേർത്ത് കൊടുക്കണം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന നമുക്കുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ട് നമ്മൾ വേവിച്ചതാണ്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി ചേർക്കുന്നവർക്കാണെങ്കിൽ ചെറുതായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇറച്ചി നമ്മളിപ്പോൾ ചേർത്ത പൊട്ടറ്റോ, മല്ലിയില, സവാള, ഇഞ്ചി, മുളക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റാക്കി എടുക്കാം. ഞാനിവിടെ ബോൾ പോലെ ഉരുട്ടി എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താണ് എടുക്കുന്നത്. ഈ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്.
നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. നമുക്ക് കട്ട്ലറ്റ് അതിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് വെളിച്ചെണ്ണ എടുത്താലും മതി. നമുക്ക് ഇനി ഇതിലേക്ക് ഓരോ പീസും എടുത്ത് റസ്ക് പൊടിയിലും മുട്ടയുടെ വെള്ളയിലും മുക്കി നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ എടുത്ത് മുട്ടയുടെ വെള്ളയിലൊന്ന് ടച്ച് ചെയ്തിട്ട് റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുക്കണം. ഒന്നുകൂടി നമ്മൾ മുട്ടയുടെ വെള്ളയിലോട്ട് ചേർത്ത് ഒന്നും കൂടി പിന്നെയും റസ്ക് പൊടിയിലിട്ട് നമുക്ക് എണ്ണയിലിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് എണ്ണയിലിട്ട് ഇത് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു റെഡ് കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ റെഡ് കളർ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൺ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എരിവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. എരിവ് ആവശ്യമുള്ളവർ കുറച്ചുകൂടെ കുരുമുളകൊക്കെ ചേർത്ത് ചെയ്താൽ കുറച്ചുകൂടെ എരിവ് കിട്ടും. നമ്മുടെ മട്ടൺ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.